നമസ്കാരം. വ്യാപാര യുദ്ധത്തിൽ ചൈനയോട് വിട്ടുവീഴ്ചയില്ലാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാട് കടുപ്പിക്കുമ്പോഴും അമേരിക്കൻ വിപണിയിൽ ഉണർവ്. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന പകരച്ചുങ്കം 90 ദിവസത്തേക്ക് ട്രംപ് ഭരണകൂടം മരവിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ചൈനയ്ക്കുള്ള ഇറക്കുമതി തീരുവ 125% ഉയർത്തുകയും ചെയ്തു. ഇത് വിപണിയിൽ പ്രതിഫലിച്ചു. തിരിച്ചു കയറി തുടങ്ങിയ അമേരിക്കൻ വിപണി മിക്സ്ഡ് ക്ലോസിംഗ് നടത്തിയതോടെ മറ്റു വിപണികളും നേട്ടം കുറിച്ചു. ചൈനയ്ക്കെതിരെ വീണ്ടും 50% താരിഫ് എന്ന ഭീഷണി മുഴക്കിയ അമേരിക്കയുമായി യൂറോപ്യൻ യൂണിയനും ജപ്പാനും ചർച്ചയ്ക്ക് സന്നദ്ധമായതും വിപണിയെ സ്വാധീനിച്ചു. ചൈന ഒഴികെയുള്ള മറ്റു രാജ്യങ്ങൾക്ക് അമേരിക്കയിലെ അടിസ്ഥാന തീരുവ 10% അധികമായി ചുമത്തിയ തീരുവയാണ് 90 ദിവസത്തേക്ക് ട്രംപ് മരവിപ്പിച്ചിരിക്കുന്നത്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റാണ് ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കയുടെ പകരച്ചുങ്കം ലോക ഓഹരി വിപണിക്ക് തിരിച്ചടിയായി മാറിയിരുന്നു. ക്രൂഡ് ഓയിലിന്റെയും വില ഇടിഞ്ഞു. ആഗോള സാമ്പത്തിക മാന്ദ്യം ഏവരും മുന്നിൽ കണ്ടു. ഇതാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ മാറിമറിയുന്നത്. വിപണി തിരിച്ചു കയറുകയാണ്. ഇത് തുടർന്നാൽ മാന്ദ്യഭീഷണി മാറും. എന്നാൽ ട്രംപിന്റെ അടുത്ത തീരുമാനങ്ങൾ ഇതിൽ നിർണായകമായി മാറുകയും ചെയ്യും. വ്യാപാര യുദ്ധം കനക്കുന്നതിനിടെ ചൈനയ്ക്ക് ബുധനാഴ്ച 104% തീരുവ ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ US നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചരക്കിന് ചൈന 84% തീരുവ പ്രഖ്യാപിച്ചു. ഇത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:01 നിലവിൽ വരുമെന്നും അറിയിച്ചു. ഈ പ്രഖ്യാപനം നടത്തി 24 മണിക്കൂർ പിന്നിടും മുമ്പാണ് US ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ വീണ്ടും ഉയർത്തി 125% എത്തിച്ചിരിക്കുന്നത്. വ്യാപാര പങ്കാളികൾക്കുൾപ്പെടെ 60ഓളം രാജ്യങ്ങൾക്ക് ട്രംപ് പകരച്ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. ഇത് ബുധനാഴ്ച നിലവിൽ വരികയും ചെയ്തിരുന്നു. അതാണിപ്പോൾ 90 ദിവസത്തേക്ക് മരവിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് US ചുമത്തിയത് 26%, ചൈനയ്ക്ക് 34%. അതിനു മുൻപ് 2 തവണയായി ചുമത്തിയ 10% വീതം തീരുവ കൂടി ചേർന്നപ്പോൾ അത് 54%. ഇതിനുള്ള മറുപടിയായി ചൈന US ഉൽപ്പന്നങ്ങൾക്ക് 34% ഇറക്കുമതി തീരുവ ചുമത്തുകയായിരുന്നു. അതിനുശേഷം ചൈനയ്ക്ക് 50% തീരുവ കൂടി ചുമത്തി ട്രംപ്. ഇതോടെയാണ് ചൈന US നൽകേണ്ട ഇറക്കുമതി തീരുവ 104% ഇത് ബുധനാഴ്ച നിലവിൽ വന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രതികാര നടപടിയായി US ഉൽപ്പന്നങ്ങൾക്ക് 84% തീരുവ ചുമത്തുന്നതായി ചൈനീസ് ധനമന്ത്രാലയം അറിയിച്ചത്. മണിക്കൂറുകൾക്കകം ചൈനയ്ക്കുള്ള തീരുവ 125% ട്രംപ് കൂട്ടി. മറ്റു രാജ്യങ്ങളുടെ തീരുവ കുറച്ചതാണ് വിപണിയെ സ്വാധീനിച്ചത്. ജാപ്പനീസ് വിപണി ഇന്ന് 6% മുന്നേറ്റം നേടി. ചൈന പോസിറ്റീവ് ക്ലോസിംഗ് നടത്തിയപ്പോൾ ജർമ്മനിയും ഫ്രാൻസും നേട്ടത്തിലാണ് വ്യാപാരം തുടരുന്നത്. അമേരിക്കൻ ഫ്യൂച്ചറുകളും നേട്ടത്തിൽ വ്യാപാരം തുടരുന്നു. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ തിരിച്ചടി തീരുവ മരവിപ്പിച്ച നടപടി തന്നെയാണ് ഇതിന് കാരണമായത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം നിലവിൽ വന്നതോടെ ചൈനയും യൂറോപ്യൻ യൂണിയനും പകരത്തീരുവ അമേരിക്കയ്ക്കെതിരെ ചുമത്തിയിരുന്നു. പ്രതികാര ചുങ്കം ചുമത്തിയ രാജ്യങ്ങളെ പരിഹസിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ രംഗത്ത് വന്നിരുന്നു. തന്നോട് ചർച്ച നടത്താൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾ എന്തിനും തയ്യാറാണെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഒത്തുതീർപ്പിലെത്താൻ രാജ്യങ്ങൾ വിളിച്ച് കെഞ്ചുകയാണെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തിരുന്നു. നാഷണൽ റിപ്പബ്ലിക്കൻ കോൺഗ്രഷണൽ കമ്മിറ്റിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ പ്രതികരണം. പിന്നീട് വിട്ടുവീഴ്ചയും ഉണ്ടാകുന്നു. അതേസമയം ട്രംപിന്റെ താരിഫ് ഭീഷണികളോട് അവസാനം വരെ പോരാടുമെന്നാണ് ചൈന നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അമേരിക്ക തെറ്റുകൾക്ക് മേൽ തെറ്റുകൾ ആവർത്തിക്കുകയാണെന്നും അതിലൂടെ അവരുടെ ബ്ലാക്ക് മെയിലിംഗ് സ്വഭാവമാണ് വെളിപ്പെടുന്നതെന്നും ചൈന ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് അംഗീകരിക്കാൻ ചൈന തയ്യാറല്ലെന്നും അവർ വ്യക്തമാക്കി. ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നത് ശരിയായ മാർഗമല്ലെന്ന് ഒട്ടേറെ തവണ ആവർത്തിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ നിയമാനുസൃത അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് US ചൈനീസ് എംബസി വക്താവ് ലി യു പിങ് AFPയോട് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സ്വന്തം അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കാൻ US പ്രതികാര നടപടികൾ സ്വീകരിക്കുമെന്നും ചൈനീസ് വക്താവ് സൂചിപ്പിച്ചിരുന്നു.